പിടിച്ച് ശീകോവൾ ഓടിട്ട മാടവും കാണാതിരിക്കുന്ന കാട് മറക്കുമല്ലോ. എത്ര വലുതായിരിക്കുന്ന ക്ഷേത്രം നിങ്ങൾക്കുണ്ടെങ്കിലും നിന്റെ ആത്മക്ഷേത്രം ശുദ്ധീകരിക്കുക. അത് ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ശക്തി ഉണ്ടാവുക. എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു അതുപോലെ ഭാവനാൽ ഭാവസ്വരൂപിണി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. അപ്പോൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ആ കാര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും മുഖ്യം സന്താന ഭഗവതിയായിട്ടാണ് ഇപ്പോൾ. വന്നിട്ട് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാതെ ഒരു താങ്ങും തണലായിട്ട് എൻ്റെ ജീവനെ എടുക്കാണ്ട് എൻ്റെ അമ്മ എന്നെ രക്ഷിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതേപോലെ 23 കൊല്ലമായി എൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ ഇന്നും അമ്മയുടെ നടയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരാപത്തും ഇല്ലാണ്ട് എൻ്റെ ജീവനെ രക്ഷിച്ചു തന്നിന്. അതൊരു അനുഭവം എനക്കെന്നല്ല എവിടെയും ആർക്കും തന്നെ. നമ്മൾ അങ്ങനെ ഒരു വേദനയോടുകൂടെ വിളിച്ചാലും നമ്മളെ അമ്മ കൈ ഒഴിയില്ല. അത്രക്കൊരു ശക്തിയാണ് ഇവിടെ. അത്രയൊരു ചൈതന്യവതിയായിട്ട് വലിയൊരു അമ്മയാണ് സരസ്വതി ദേവി ആണിത്. എന്നെ പല സ്ഥലത്ത് കാണും. വളപട്ടണം കടവ് കടന്ന കളരിയാൽ ഭഗവതിയായിട്ട്, ഇക്കരെ വന്നാൽ മാടായിക്കാവിലെ ചെറുവറുകാട്ട് ഭഗവതിയായിട്ട്, ഇവിടെ കൂലൻ തികഞ്ഞ മാതാവായി അർഭാടമില്ലാതെ കാടന്തിനും തോന്നിപ്പെട്ടോ. ഭൂലോകം ഭൂവർലോകം ഏർലോകം അങ്ങനെ 14 ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ് ഞാൻ. താഴെ ദേവകർമ്മം, മുകളിൽ അസുരകർമ്മം, ദാരികനെ വധിച്ച സങ്കല്പത്തിന് രാവും പകലുമല്ലാതെ സമയത്ത് അമ്മയുടെ പ്രത്യക്ഷണം. രാവും അതുകൊണ്ട് എന്താ പറയുക, അന്തീപകലീശ്വരി കാണാം. ഓടിട്ട മാടവും കണ്ടില്ല, വെറും കാടേ ഉള്ളൂ ഇവിടെ എന്ന് ഒതുക്കുമോ? പറ്റൂല. 14 ലോകത്തിന്റെ നാഥയായിരുന്ന പ്രകൃതീശ്വരി, നിങ്ങൾ എവിടുന്ന് വിളിക്കുമ്പോൾ കൂറ്റുകാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷേത്രം പണി തീർക്കാതെ. മനസ്സ് വ്യാപരിക്കും പോലെ ഞാൻ ഉണ്ടാകും കേട്ടോ.